വി.ഡി. സതീശൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിലും പ്രതിഷേധം. PM ശ്രീ പദ്ധതിക്ക് പുറമെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും വിവാദമാകുന്നു. വിമർശനം ശക്തമാക്കി സമസ്ത നേതൃത്വം. വി.ഡി. സതീശൻ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ UDF-നുള്ളിൽ തന്നെ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. PM ശ്രീ പദ്ധതിക്ക് പിന്നാലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനവും മുസ്ലിം ലീഗിനുള്ളിലും സമസ്ത നേതൃത്വത്തിനിടയിലും ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. സർക്കാർ തീരുമാനങ്ങളിൽ ലീഗിന്റെ നിലപാടും നേതൃത്വത്തിന്റെ പ്രതികരണവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എടുത്ത ചില പ്രധാന നയപരമായ തീരുമാനങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി വർദ്ധിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനവും അതിനു പിന്നാലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയും ലീഗ് അണികൾക്കിടയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായി മതിയായ കൂടിയാലോചന നടത്താതെയാണ് സർക്കാർ പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്ന വിമർശനവും UDF-നുള്ളിൽ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുകയാണെന്നും ചില കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാണെന്നും മദ്യവിപണിക്ക് അനുകൂലമായ സന്ദേശമാണ് സർക്കാർ നൽകുന്നതെന്നും വിമർശിക്കുന്നുണ്ട്. സാമൂഹിക സംഘടനകളുടെ ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സർക്കാരിന്റെ തീരുമാനങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മദ്യനയത്തിലെ അവ്യക്തതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കൂടുതൽ കടുത്ത വിമർശനത്തിലേക്ക് നേതൃത്വം കടന്നിട്ടില്ലെന്നാണ് വിമർശകരുടെ വിലയിരുത്തൽ. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ കൈവശമായിരിക്കെ സർക്കാർ തീരുമാനം അംഗീകരിച്ചതെന്തിനാണെന്ന ചോദ്യവും പ്രവർത്തകർക്കിടയിൽ ഉയരുന്നുണ്ട്. മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ +2 പ്രവേശന പ്രതിസന്ധിയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ അതൃപ്തിയും ഇപ്പോഴും തുടരുകയാണ്. യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനകം തന്നെ പാർട്ടി നേതൃത്വത്തിന് ആശങ്ക അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിലും അതിനോടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതികരണത്തിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. UDF-നുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രത്തോളം രൂക്ഷമാകുമെന്നതും ഇനി ശ്രദ്ധേയമായ രാഷ്ട്രീയ ചർച്ചയാകും.